തമിഴ്നാട്ടിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കരുത്തോടെ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇടത് DMK സഖ്യം. ഇവിടെ നിന്നും ഇടതു മുന്നണിക്ക് കൂടുതൽ ലോക്സഭാംഗങ്ങളെ നൽകുക എന്നത് തന്നെയാണ് ലക്ഷ്യവും. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മധുരയിൽ സിറ്റിംഗ് MP സു വെങ്കടേശനും ദിണ്ടിഗലിൽ ജില്ലാ സെക്രട്ടറി R സച്ചിദാനന്ദനും മത്സരിക്കും. ദിണ്ടിഗൽ CPMന് പുതിയ മണ്ഡലമാണ്. CPM വിട്ടുകൊടുത്ത കോയമ്പത്തൂരിൽ ഇത്തവണ DMK കനത്ത പോരാട്ടത്തിനാകും വേദിയൊരുക്കുക. BJP തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമലയായിരിക്കും ഇത്തവണ കോയമ്പത്തൂരിൽ നിന്നും BJPക്ക് വേണ്ടി മത്സരിക്കുക എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയ ലോക്സഭാ മണ്ഡലമായിരുന്നു കോയമ്പത്തൂർ. അന്ന് അണ്ണാ DMK സഖ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു BJP മത്സരിച്ചതും. കോയമ്പത്തൂരിലും മധുരയിലുമാണ് CPM കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ ഇത്തവണ കോയമ്പത്തൂർ സീറ്റ് DMK ഏറ്റെടുക്കുകയായിരുന്നു. സീറ്റ് വിട്ടു നൽകില്ലെന്ന് തുടക്കത്തിൽ CPM നിലപാടെടുത്തിരുന്നു. എന്നാൽ DMK സമ്മർദ്ദം ശക്തമാക്കിയതോടെ CPM സമവായ ചർച്ചകളിൽ സീറ്റ് വിട്ടു നൽകി. ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് കോയമ്പത്തൂർ സീറ്റ് വിട്ടു നൽകാൻ CPM അന്തിമ തീരുമാനമെടുത്തത്. തമിഴ്നാട്ടിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വയ്ക്കുന്ന BJP കോയമ്പത്തൂർ പിടിക്കാൻ ശക്തമായ പ്രചാരണമാണ് ഇത്തവണ നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളെ എത്തിച്ച് കോയമ്പത്തൂരിലെ പ്രചരണം കൊഴുപ്പിക്കാനാണ് BJPയുടെ നീക്കം. ഇതോടെയാണ് CPM സിറ്റിംഗ് സീറ്റായിരുന്ന കോയമ്പത്തൂർ ഏറ്റെടുക്കാൻ DMK തീരുമാനമെടുത്തതും. ഇതോടെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് CPM സീറ്റ് വിട്ടു നൽകുകയായിരുന്നു. പകരമായി ദിണ്ടിഗൽ CPMന് വിട്ടു നൽകി. ഇവിടെ CPMനെ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കുമെന്ന നിലപാടിലാണ് DMKയും. DMKയ്ക്കും ഇടത് പാർട്ടികൾക്കും ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് ദിണ്ടിഗൽ. 5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് DMK ഇവിടെ വിജയിച്ചത്. മധുരയിലും ദിണ്ടിഗലിലും വിജയിച്ചു കയറാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPM. ദിണ്ടിഗൽ DMKയുടെ സിറ്റിംഗ് ലോക്സഭാ സീറ്റാണ്. DMKയ്ക്കും ഇടത് പാർട്ടികൾക്കും ഒരേപോലെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് ദിണ്ടിഗൽ. 5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് DMK കഴിഞ്ഞ തവണ ഇവിടെ നിന്നും വിജയിച്ചത്. മധുരയിലും ദിണ്ടിഗലിലും വിജയിച്ചു കയറാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPM. CPIക്ക് അവരുടെ സിറ്റിംഗ് സീറ്റായ നാഗപട്ടണവും തിരുപ്പൂരും തന്നെ ലഭിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി നടരാജൻ കോയമ്പത്തൂരിൽ 5,71,150 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 63.86 ആണ്. ഇത്തവണ പോളിംഗ് ശതമാനം പരമാവധി ഉയർത്തുവാനുള്ള തന്ത്രങ്ങളിലാണ് ഇന്ത്യ മുന്നണി. അതേസമയം CPIയുടെ 2 ലോക്സഭാ സീറ്റിൽ ഇത്തവണയും മാറ്റമില്ല എന്നതും ശ്രദ്ധേയമാണ്. 2019 CPI സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് നാഗപട്ടണം, തിരുപ്പൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ കാഴ്ചവെച്ചതും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് DMKയും CPMും നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കണം എന്ന് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു പാർട്ടികളും എത്തിയിരിക്കുന്നതും. എന്തായാലും ഇക്കുറി ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലുള്ള പോരാട്ടം കനക്കുമ്പോൾ തമിഴ്നാട്ടിൽ മേൽക്കോയ്മ നേടാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ മുന്നണി. തമിഴ്നാട്ടിൽ അതിന് ശക്തമായ നേതൃത്വം നൽകുന്നത് DMKയ്ക്കൊപ്പം ഇടത് പാർട്ടികളും.